പിറ്റേന്ന് രാവിലെ ശ്രീയും ഡെന്നിയും രണ്ട് സൈഡിലായിട്ടാണ് കിടന്നതെങ്കിലും ശ്രീ ഉറക്കത്തിൽ ഉരുണ്ടുരുണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കിടന്നിരുന്നു. അവൻ തിരിഞ്ഞു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ തൻ്റെ കയ്യിൽ പിടിച്ചു വലിക്കുന്നതായിട്ട് അവന് തോന്നി. അവൻ കണ്ണുകൾ തുറന്ന് തലമാത്രം ചരിച്ചു വെച്ച് പുറകിലേക്ക് നോക്കി. ശ്രീയായിരുന്നു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ സൈഡിലേക്ക് വലിക്കുന്നത്. അവൾ കണ്ണടച്ചു കിടക്കുകയാണ്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ആകണം ഉറക്കത്തിൽ മുഖം ചുളിക്കുന്നുണ്ട്. അവൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടി അവളുടെ സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു. ഭദ്രേ, അവൻ പതിയെ വിളിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ട് ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. പിന്നെ അവൻ്റെ കൈയെടുത്ത് അവൾ തന്നെ അവളുടെ ഇടുപ്പിൽ വെച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾ എന്താ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലായില്ല. പെട്ടെന്ന് അവൻ പോലും പ്രതീക്ഷിക്കാതെ അവൾ അവൻ്റെ മുഖത്ത് ഒരു കൈ വെച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഉറക്കത്തിൽ ചെയ്യുന്നതാണോ എന്ന് അവൻ സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും അവൾ കണ്ണുകൾ തുറന്നിരുന്നില്ല. അവൾ നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഇപ്പോഴെന്നും അവന് മനസ്സിലായി. അവൾ അവൻ്റെ കീഴ്ചുണ്ടിലൊന്ന് അമർത്തിക്കടിച്ചു. അവൾ വേദന കൊണ്ട് നെറ്റിച്ചുളിച്ചു. അവൻ അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തി. അവൾ ഉറക്കത്തിൽ എന്ന പോലെ മൂളി. അവന് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിരിക്കുകയോ അനങ്ങുകയോ ചെയ്ത അവൾ ഉണരുമെന്നും അവൾ ചെയ്യുന്ന പ്രവൃത്തി നിൽക്കുമെന്നും മനസ്സിലായ അവൻ അവളെ ഉണർത്താതെ അവൾ എന്താ ചെയ്യുന്നതെന്നറിയാൻ അനങ്ങാതെ തന്നെ അവിടെ കിടന്നു. അവൾ അവൻ്റെ ചുണ്ട് ചുംബിച്ചു, ഒരുതരം വികാരതയോടെ. അവൻ അവളെ ശല്യപ്പെടുത്താതെ അവനെ തന്നെ അവൾക്ക് വിട്ടുകൊടുത്തു. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൾ അവൻ്റെ ചുണ്ടുകൾ വിട്ടു. അവൻ ചുണ്ടുകൾ തുടച്ചിട്ട് അവളെ നോക്കി. ഉടനെ അവൾ അവൻ്റെ കഴുത്തിൽ പിടുത്തമിട്ടു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾ തൻ്റെ കഴുത്തിലാണ് പിടിച്ച് പൊക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായതും അവൻ അവൾക്ക് വേണ്ടി തൻ്റെ തല ഉയർത്തിക്കൊടുത്തു. പെട്ടെന്ന് അവൾ അവൻ്റെ തല അവളുടെ കഴുത്തിലേക്ക് അടുപ്പിച്ചു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ താടിമീശ രോമങ്ങൾ അവളുടെ കഴുത്തിൽ അമർന്നതും അവളൊന്ന് ചിണുങ്ങി. പിന്നെ അവനെ മുറുക്കി പിടിച്ചു. അവളുടെ ഓരോ പ്രവൃത്തിയും കണ്ട് അവന് ചിരി വന്നു. പക്ഷേ അവൻ അനങ്ങാതെ തന്നെ കിടന്നു. കുറച്ചു കഴിഞ്ഞ് അവളുടെ പിടി അയഞ്ഞെന്ന് മനസ്സിലായതും അവൻ അവളുടെ അടുത്തു നിന്നും മാറിക്കിടന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നാൽ ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ നിഷ്കളങ്കമായി ഉറങ്ങുകയായിരുന്നു അവൾ. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് മുൻപിലേക്ക് നോക്കിയതും കുളിച്ചിട്ടിറങ്ങി വരുന്ന ഡെന്നിയാണ് കണ്ടത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളുടെ മുഖത്തേക്കാണ് തന്നെ നോക്കിയത്. അവന് നേരത്തെയുള്ള അവളുടെ പ്രവൃത്തികളോർത്ത് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ ചിരിക്കാതെ ചിരിയെ മറച്ചു വെച്ചുകൊണ്ട് കപട ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നത് കണ്ടതും തലേന്നത്തെ കാര്യം വെച്ചിട്ടായിരിക്കുമെന്ന് തോന്നിയ അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു. രാവിലെ നീ എന്തായിരുന്നു സ്വപ്നം കണ്ടത്? അവൻ ദേഷ്യത്തോടെ തല തുവർത്തിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും അവൾ നെറ്റിച്ചുളിച്ച് സംശയത്തോടെ അവനെ നോക്കി. ചോദിച്ചത് കേട്ടില്ലേ, നീ രാവിലെ എന്തായിരുന്നു സ്വപ്നം കണ്ടതെന്ന്? അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് സംശയത്തിലായിരുന്നു അവൾ. എന്താ? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. രാവിലെ നീ എന്താ എന്നെ ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നീ എന്നെ രാവിലെ കിസ് ചെയ്തു. അത് നീ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ അത് അറിയാതെ ചെയ്താണോ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി. എന്തിനാ ഇപ്പം ഞെട്ടുന്നത്? ദേ ഇത് കണ്ടോ, ബെറും കിസ് അല്ലായിരുന്നു, നല്ല ഒന്നാം തരം ലിപ് ലോക്ക്. എൻ്റെ ചുണ്ട് വരെ കടിച്ചു മുറിച്ചു. നിനക്ക് ഇത്ര ആക്രാന്തം ഉണ്ടായിരുന്നോ? അവൻ അവൻ്റെ കീഴ്ചുണ്ട് അവളുടെ നേരെ മലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കീഴ്ചുണ്ടിലേക്ക് നോക്കി. അവിടെ ചെറുതായിട്ടൊരു മുറിവുണ്ടായിരുന്നു. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കൊള്ളാലോ, രാവിലെ എന്നെ ലിപ് ലോക്ക് അടിച്ചതും പോരാ, ഇപ്പം നീ അങ്ങനെ ചെയ്തിട്ടില്ലെന്നോ? കൊള്ളാലോ, നിനക്ക് ലിപ് ലോക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? എത്ര വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും ഞാൻ തരാമായിരുന്നല്ലോ. ഇത് തിരിഞ്ഞു കിടന്ന എന്നെ നിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തിയിട്ടാ എന്നെ നീ കിസ് ചെയ്തത്, അതും ബലമായിട്ട്. അത് മാത്രമാണോ? കിസ് ചെയ്തത് പോരാഞ്ഞിട്ട് എൻ്റെ മുഖം എടുത്ത് നിൻ്റെ കഴുത്തിലേക്ക് അമർത്തി വെച്ചു. അവൻ പറയുന്നത് കേട്ടതും അവൾ ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ എൻ്റെ ചുണ്ടിൽ കടിച്ച പാട് വരില്ലല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ആകെ നാണം കെട്ട് വല്ലാതെയായി. ഭൂമി രണ്ടായി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ആകെ ചളുപ്പും നാണക്കേടും തോന്നി. അവളുടെ മുഖത്തെ ചളുപ്പ് കണ്ട് അവന് ചിരി വന്നു. എന്നാലും ഇത്രയും വേണ്ടായിരുന്നു.
ഇങ്ങനെ എന്നെ ആക്രമിക്കാൻ മാത്രം എന്ത് സ്വപ്നമാണ് നീ കണ്ടത്? അതും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മീശ പിരിച്ചതും അവനെ നോക്കാനാകാതെ അവൾ കണ്ണുകൾ മാറ്റി. രാവിലെ നല്ല മൂഡിലായിരുന്നു അല്ലേ? ആ കിസ്സിൽ അമ്മാതിരി ഉണ്ടായിരുന്നു ആക്രാന്തം. അവൻ അവളോട് ചോദിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും കേട്ട് അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. AC ഇട്ടിരിക്കുന്ന ആ മുറിയിൽ അവളുടെ ശരീരം മാത്രം വിയർത്തു. ഇനിയും അവിടെ നിന്നാൽ അവൻ ഇതിലും കൂടിയ കാര്യങ്ങൾ പറയുന്ന അവൾക്ക് മനസ്സിലായതും അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. അവൾക്ക് അപ്പോഴും താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമായിരുന്നു. രാവിലെ എന്താണ് സ്വപ്നം കണ്ടതെന്ന് ഓർത്തെടുക്കാൻ അവൾ ശ്രമിച്ചു. എന്നാൽ എത്ര ആലോചിച്ചിട്ടും അവൾക്ക് എന്തായിരുന്നു എന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല. അവൾ പോകുന്നതിന് മുൻപ് ഒന്നുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അപ്പോഴും കൈകൾ മാറിൽ കെട്ടി അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കാണാൻ കഴിയാതെ അവൾ പെട്ടെന്ന് അവളുടെ ടവലെടുത്ത് ബാത്റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടവും പരവേശവും കണ്ട് ചിരിച്ചുകൊണ്ട് അവൻ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് ഒരുങ്ങാൻ തുടങ്ങി. അയ്യേ, ഞാനങ്ങനെ ചെയ്തോ? അതും ലിപ് ലോക്ക്. ഷേ, എന്നാലും ഞാനങ്ങനെ ചെയ്യാൻ മാത്രം എന്ത് സ്വപ്നമായിരിക്കും രാവിലെ ഞാൻ കണ്ടത്? അവൾ വാഷ് ബേസിനിൽ കൈകൾ ഊന്നി നിന്നുകൊണ്ട് ആലോചിച്ചു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവൾക്കത് എന്തായിരുന്നു എന്ന് ഓർമ്മ വന്നില്ല. ഇനി ഞാൻ എങ്ങനെ ഇച്ചാൻ്റെ മുഖത്ത് നോക്കും? അതും ഇങ്ങോട്ട് കയറി കിസ് ചെയ്തിരിക്കുന്നു. എൻ്റെ ഭഗവാനെ, ഞാൻ എന്താ ചെയ്തത്? ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കളിയാക്കൽ കേൾക്കേണ്ടി വരുമല്ലോ. ഷേ, തറയിലെങ്ങാണം കിടന്നാൽ മതിയായിരുന്നു. ഇച്ചാൻ എന്നെ തെറ്റായിട്ട് എന്തെങ്കിലും കരുതി കാണുമോ? അവൾ നഖം കടിച്ച് നിന്നുകൊണ്ട് ഓരോന്നും ആലോചിച്ചു. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് അവൾ കുളിച്ചിട്ട് ഡ്രസ്സ് ഇടാനായി നോക്കിയപ്പോഴാണ് ആ നഗ്നത തീർത്ത സത്യം അവൾ മനസ്സിലാക്കിയത്. ഡ്രസ്സ്. അവൾ തലയിൽ കൈവച്ചു. അവൾ ഇങ്ങോട്ട് കയറിയപ്പോൾ അവ ഒരുങ്ങുകയായിരുന്നു. ആസ്തിക്ക് അവൻ ഇപ്പോൾ പോയി കാണുമെന്ന് കരുതി അവൾ ടവലെടുത്തിട്ട് പതിയെ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിറങ്ങിയതും ബാത്റൂമിൻ്റെ സൈഡിലെ ഭിത്തിയിൽ കൈകൾ മാറിൽ കെട്ടി ചാരി നിൽക്കുന്ന ഡെന്നിയാണ് കണ്ടത്. അവനെ കണ്ടതും അവൾ തിരിഞ്ഞ് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അറിയായിരുന്നു ഇങ്ങനെ തന്നെ ഇറങ്ങി വരുമെന്ന്. അത്ര വെപ്രാളപ്പെട്ടല്ലേ ഡ്രസ്സ് പോലും എടുക്കാതെ ബാത്റൂമിലേക്ക് ഓടിക്കയറിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാത്തു നിന്നത്. എനിക്കൊന്നും ഇങ്ങോട്ട് വാങ്ങി ശീലമില്ല. പിന്നെ ഇങ്ങോട്ട് കിട്ടാറുള്ളത് ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കാറാണ് പതിവ്. അതും പറഞ്ഞ് അവൻ അവളുടെ ടവലിൽ കരങ്ങൾ അമർത്തി. വേണ്ട, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ കിടന്ന എൻ്റെ ഉള്ളിലെ മൃഗത്തെ രാവിലെ ഉണർത്തിയത് നീയാ. ആസ്തിക്ക് ചെറുതായിട്ടെങ്കിലും ആ മൃഗത്തിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഓഫീസിൽ ചെന്ന് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലായിരുന്നു. അത് മനസ്സിലായതും അവളുടെ ശരീരം വെട്ടി വീർത്തു. അവളുടെ മുഖത്തും മാറിലും വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്നും താഴേക്കിറങ്ങി. അതറിഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അടുത്ത് കിടന്ന ഒരു കംഫർട്ട് എടുത്ത് തൻ്റെ ശരീരത്തിലേക്ക് ഇട്ടുകൊണ്ട് അവൾ മുറുക്കി പിടിച്ചു. എന്തിനാ ഭദ്ര ഇതൊക്കെ എന്നിൽ നിന്നും നീ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്നായാലും ഞാൻ തന്നെയല്ല ഇതൊക്കെ കാണേണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അവൻ വരുന്നതനുസരിച്ച് അവൾ കട്ടിലിൽ തന്നെ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അവൻ പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ പുതച്ചിരുന്ന കംഫർട്ട് പിടിച്ചു വലിച്ചു. അവൾ അവളുടെ അടുത്തേക്കും അവൻ അവൻ്റെ അടുത്തേക്കും കംഫർട്ട് വലിക്കാൻ തുടങ്ങി. അവൻ്റെ കരുത്തിൽ ആ കംഫർട്ട് അവൻ്റെ സൈഡിലേക്ക് തന്നെ നീങ്ങി. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് കാണണം കുഞ്ഞാ, അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വേണ്ട ചായ, അവൾ വിറയലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. വേണം, രാവിലെ എന്നെ ഉണർത്തിയത് നീയാണ്, അവൻ പറഞ്ഞുകൊണ്ട് അവളിലേക്ക് അമർന്നു. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിലേക്ക് നീണ്ടു. അവൻ അവൻ്റെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് അവളുടെ കീഴ്ചുണ്ടിലൊന്ന് അമർത്തി ഞെവിടി. അവൾ അറിയാതെ പറഞ്ഞുപോയി. അവളുടെ ചുണ്ട് ഒന്നുകൂടി ചുവന്നു തുടുത്തു. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചായ, അവൾ ദയനീയമായി അവനെ വിളിച്ചു. അവൻ അത് കേൾക്കാൻ നിൽക്കാതെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളുടെ ഇരു ചുണ്ടുകളും അവൻ ഒന്നിച്ചു ചുംബിച്ചു. അവൾ അവൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. അവൻ ഒന്നുകൂടി അവളെ അവൻ്റെ ശരീരത്തിലേക്ക് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു. അവളുടെ ഇരു ചുണ്ടുകളും അവൻ നുണഞ്ഞു. അവളിൽ നിന്നും ഒരു മൂളൽ പുറത്തേക്ക് വന്നു. അവളുടെ ഇടുപ്പിൽ അവൻ കരങ്ങൾ അമർത്തി. അവൻ അവളോട് ദേഷ്യമാണോ പ്രണയമാണോ എന്നുപോലും നിർവചിക്കാൻ പറ്റാത്തതുപോലെയായിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തികളും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതൊരിക്കലും അവൻ തന്നോടിപ്പോൾ ചെയ്യുന്നത് വെച്ചിട്ടല്ലായിരുന്നു. താൻ അവനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഓർത്തിട്ടായിരുന്നു. അവൻ നൽകുന്ന ചുംബനത്തിൻ്റെ ഇടയിൽ പോലും അവളുടെ ചിന്ത താൻ എന്തിനങ്ങനെ പറഞ്ഞു എന്നായിരുന്നു. ഒടുവിൽ അവൾക്ക് ശ്വാസം മുട്ടിത്തുടങ്ങി. ഇച്ഛ, ഐ ആം സോറി. ഏതോ നിമിഷത്തിൽ അവൻ്റെ ചുണ്ടുകൾ വേർപെട്ടപ്പോൾ അവൾ പറഞ്ഞു. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ അവളെ കട്ടിലിൽ തിരിച്ചു കിടത്തി. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ അവൻ അവളുടെ ടവൽ ശരീരത്തിൽ നിന്നും മാറ്റി. ശ്രീ പിടഞ്ഞു പോയിരുന്നു. നഗ്നത തീർത്ത അവളുടെ പുറമേനി
അവന് മുൻപിൽ അനാവൃതമായിരുന്നു. നഗ്നമായ അവളുടെ നടുവിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ശരീരം കോരിപ്പെരുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ തൻ്റെ 2 കൈകളും തലയിണയിൽ അമർത്തിപ്പിടിച്ചു. അത് കവളിലെ പെണ്ണിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവളിൽ നിന്നും ശീൽക്കാരമുയർന്നു. ഒടുവിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ പുറത്തെ എല്ലിൽ പതിഞ്ഞു. അവിടെ ഒന്ന് നുണഞ്ഞ് എടുത്തുകൊണ്ട് അവൻ അവളുടെ പുറംകഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ പുളഞ്ഞു പൊങ്ങി. അവൻ അവളെ നേരെ കിടത്തി. അവൾക്ക് അവൻ്റെ മുൻപിൽ അങ്ങനെ കിടക്കാൻ ആകെ ചളുപ്പ് തോന്നി. അവൾ തൻ്റെ 2 കൈകൾ കൊണ്ടും തൻ്റെ മാറ് മറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൻ ബലമായി അവളുടെ കൈകളെ വിടിയിച്ചു. ഇച്ഛായ, ഐ ആം സോറി. എന്നോട് ഞാനിനി അങ്ങനെ പറയില്ല, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. കിസ്മി. അതിന് തിരികെ മറുപടി പറയാതെ അവൻ പറഞ്ഞതും അവൾ ഞെട്ടി. കിസ്മി ഭദ്ര. അവൻ വീണ്ടും അരുമയായി അവളോട് പറഞ്ഞതും അവളുടെ ചുണ്ടിനടുത്തേക്ക് അവൻ ചുണ്ടുകൾ അടുപ്പിച്ചു വെച്ചു. ഇറ്റ്സ് യുവർ പണിഷ്മെൻറ്റ്, കിസ്മി. അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തുപോയി. അവൻ പൂർണ്ണമായി അവനെ തന്നെ അവൾക്ക് വിട്ടുകൊടുത്തു. അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ കീഴ്ചുണ്ടിൽ ചുംബിച്ചു തുടങ്ങി. അവൻ അവളെ തിരികെ ചുംബിച്ചില്ല. അവൾ തന്നെ ചുംബിക്കണമെന്ന് അവൻ്റെ വാശിയായിരുന്നു. അവൾ അവൻ്റെ ചുണ്ടുകൾ 2 മാറി മാറി ചുംബിച്ചു. അതറിഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ എടുത്തു. അവൻ്റെ കരങ്ങൾ അവളിൽ അമർന്നില്ല. അതൊക്കെ അവനൊരു വാശി പോലെയായിരുന്നു. എന്നാൽ അവൾ ആ നിമിഷം അവനിൽ നിന്നും പല പ്രവൃത്തികളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അവൻ്റെ സ്പർശനം അവൾ കൊതിച്ചിരുന്നു. അവൾ അവൻ്റെ കൈകളെടുത്ത് അവളുടെ മാറിൽ വെപ്പിച്ചു. എന്നാൽ അവൻ അനങ്ങിയില്ല. ഭദ്രേ, ഇപ്പോൾ നിന്റെ ശരീരം എന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിലെ പുരുഷനെ ആഗ്രഹിക്കുന്നുണ്ട്. ആം ഐ കറക്റ്റ്? ചുംബനത്തിന് ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ കാമത്തോടെ ചോദിച്ചു. അവൾ തലകുലുക്കി. ബട്ട് എനിക്ക് നിന്നെ വേണ്ട. നീ എന്നെ അവിശ്വസിച്ചതിനുള്ള ശിക്ഷയാണിത്. ഇനി മുതൽ അങ്ങോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും, ഞാൻ സത്യം കണ്ടെത്തുന്നത് വരെ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഷർട്ടൊക്കെ നേരെ പിടിച്ചിട്ടിട്ട് ബട്ടൺസ് ഇട്ടു. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ ഒന്ന് നുണഞ്ഞു വിട്ടു. പോയി ഒന്നുകൂടി കുളിച്ചേക്ക്, അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞിട്ട് കംഫർട്ട് എടുത്ത് അവളുടെ ശരീരത്തിലിട്ടിട്ട് അവൻ ഡോറടച്ചിട്ട് ഇറങ്ങിപ്പോയി. അവൻ ഇറങ്ങിപ്പോകുന്നത് അവൾ നിറകണ്ണുകളോട് നോക്കിയിരുന്നു. അത് അവൻ തന്നോട് ചെയ്തത് ഓർത്തിട്ടായിരുന്നില്ല. അവൻ ഇപ്പോഴും തന്നോട് പിണക്കമാണല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഈ പെണ്ണ് മനുഷ്യനെ നശിപ്പിക്കും, അവൻ ചിരിയോട് സ്വയം പറഞ്ഞിട്ട് താഴേക്കിറങ്ങി.